ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോദിക്കട്ടെ? നേർവഴിക്ക് ചിന്തിക്കരുത് കേട്ടോ, കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. ഓക്കെ ഓക്കെ. ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര വീക്കാണ്. എനിക്ക് IQ ലെവലൊക്കെ കുറവാണ്. ഇതിന് IQ ഒന്നും വേണ്ട, ഇങ്ങനെ ചിന്തിച്ചാൽ കിട്ടും. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം? ഇതാണോ ഇല്ല IQ ഇല്ല എന്ന് പറഞ്ഞത്? വെള്ളമില്ലാത്ത സമുദ്രം എവിടെയാണുള്ളത്? വെള്ളം ഇല്ലാത്ത സമുദ്രം, അത് കുസൃതി ചോദ്യമാണ്. അതെ അതെ. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പഠിക്കാൻ വളരെ മോശമായിരുന്നു. പിന്നെങ്ങനെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആണോ? വെള്ളമില്ലാത്ത സമുദ്രം എന്തെങ്കിലും അറിയാം? സമുദ്രം എന്ന് പറഞ്ഞു മാപ്പില്. അത് വെള്ളം ഒഴിക്കാൻ നമുക്ക് ആ സമുദ്രത്തില് വെള്ളം ഒഴിച്ച് നമുക്ക് ആ സമുദ്രം നമുക്ക് വെള്ളമുള്ള സമുദ്രമാക്കാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാണ്? വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റുകൾ കുറെ ഉണ്ട്. ക്രിസ്മസ് ഒപ്പ ഉണ്ട്, മാവേലി ഉണ്ട്. അത് പക്ഷെ ഒരു ശരിക്കുള്ള ഉത്തരായി പോവില്ലേ? അതല്ലാതെ ഏതായിരിക്കും ഗസ്റ്റ്? ക്ലൂ വേണോ? മാസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ആഗസ്റ്റ്. യെസ്, ഓഗസ്റ്റ്. അങ്ങനെയൊക്കെ അങ്ങനെ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാം. വേറെ ഇന്റർവ്യൂ ഭയങ്കര കടുകട്ടി ചോദ്യങ്ങളാണ്. തല കുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? തല കുത്തി നിന്നാൽ വലുതാകുന്നത് എന്താ? അത് ക്ലൂ തരാം. ഒരു അക്കമാണ്. തല കുത്തി അവിടെ കിട്ടി. 8 വലുതാവില്ലല്ലോ. 6 9 തലകുത്തി നിന്നാ വലുതാവും. ശരിയാണ്. എത്ര ചോദ്യങ്ങളുണ്ട് ഇനി? കുറച്ച്. ഒരു ഫ്രൂട്ട്, അതിന്റെ പേരില് ഒരു തമിഴ് വാക്കുണ്ട്, ഒരു മലയാളം വാക്കുണ്ട്. ഏതാണ് ഫ്രൂട്ട്? ഒരു ഫ്രൂട്ടില് തമിഴ് വാക്കുണ്ട്, മലയാളം പേരാണ് ഫ്രൂട്ടിന്റെ. പക്ഷെ ആ പേരിൽ തന്നെ ഒരു തമിഴ് വാക്കുണ്ട്, ഒരു മലയാളം വാക്കുണ്ട്. ഫ്രൂട്ട്സ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാ. അങ്ങനെ അത് ചക്ക. അതില് നമുക്ക് തമിഴ് എവിടെ? അടിസക്കെന്ന് പറയണം. അടിസക്ക തമിഴ് വാക്കുണ്ട് അല്ലേ? അങ്ങനല്ല, 2 വാക്കുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കോ. പഴം. പഴമല്ല, തമിഴ് വാക്കുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള. അല്ല, അതിൻ്റെ അകത്ത് ഇതുണ്ടോ? എന്ത് ഒരു ഫ്രൂട്ടിന്റെ പേര്, അതിലൊരു തമിഴ് വാക്കുണ്ട്, ഒരു മലയാളം വാക്കുണ്ട്. ഏതാണ് ആ ഫ്രൂട്ട്? ഞാൻ തോറ്റു പറഞ്ഞു. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ഒന്ന്. ഇത്തിരി വലിയൊരു ഫ്രൂട്ടാ, കുറച്ച് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാ. തണ്ണിമത്തൻ. തണ്ണി മത്തൻ. അയ്യോ, തണ്ണിമത്തൻ. രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. അതിന് വത്തക്ക എന്നൊക്കെ പറയും. അതാ എനിക്ക് കിട്ടാൻ. വത്തക്ക ഞങ്ങളുടെ അവിടെ പറയും. ഞാൻ കണ്ണൂർ. അവിടെ അപ്പൊ തമിഴ് വാക്ക് തണ്ണിമത്തൻ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. വത്തക്ക. പിന്നെ വേറെന്തൊക്കെ പറയും അല്ലേ? കൊള. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. കലണ്ടറിൽ കാണുന്ന പഴം. ടൈമർ വെക്കണം കേട്ടോ. ഞാൻ ടൈമർ വെക്കണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആ പഴത്തിന്റെ ഇംഗ്ലീഷ് നെയിമാണ് അല്ലേ? ക്ലൂ തരാം. ഗൾഫ് കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാ. ഡേറ്റ്സ്. ക്ലൂ ഇല്ലാണ്ട് പറയുന്നു. കണ്ടോണ്ടിരിക്കുന്നവർ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? ആദ്യമായിട്ട് കഴിക്കുന്നത് എന്തായിരിക്കും? അവര് അമ്മയുടെ മുലപ്പാലായിരിക്കുമല്ലോ. അല്ല, വധൂവരന്മാർ ആദ്യമായിട്ട് കഴിക്കുന്നത്. വധൂവരന്മാര് ആദ്യമായിട്ട് അവരാദ്യം കഴിക്കുന്നത്. അവര് മധുരമായിരിക്കുമല്ലോ. കല്യാണമല്ലേ ആദ്യം കഴിക്കുന്നത്? അമ്മോ, പെട്ടെന്ന് വണ്ടി വിളിച്ചു പോവാ. ഒരു ചോദ്യം കൂടെ. അയ്യോ, തീരാറായില്ലേ? ഇത് ഇത്തിരി തലതിരിഞ്ഞൊരു ചോദ്യമാണ്. ഒരാൾക്ക് കുളിക്കണം, വീട്ടില് ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ കുളിക്കും? ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ ചിലപ്പോ എന്നെ അടിക്കാനൊക്കെ തോന്നും.
ഒരാൾക്ക് കുളിക്കണം, അവർക്ക് വീട്ടില് ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. ഉപ്പെടുത്ത് പായസത്തിലിട്ടാ പായസം കുളാവും, ആ കുളത്തിൽ കുളിക്കാം. നിർത്തി നമിച്ച്. ഇതൊക്കെ ആരുണ്ടാക്കുന്നത്? ഇതൊക്കെ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തപ്പിക്കൊണ്ടു വന്നതാ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതല്ലേ.